എം സ്വരാജ് തുടങ്ങിവെച്ച വികസനം പൂർത്തിയാക്കാൻ കെ.എൻ. ഉണ്ണികൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് തൃപ്പൂണിത്തുറയിലെ ഒരു സംഘം CITU തൊഴിലാളികളുടെ പ്രതീക്ഷ. എം സ്വരാജ് മത്സരിക്കാൻ എത്താത്തതിന്റെ നിരാശയും അവർ 24ന്റെ മണ്ഡലം ചുറ്റും മഹിളകളിൽ പങ്കുവച്ചു. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിലാണുള്ളത്, മാർക്കറ്റിലാണ്. നമുക്കൊപ്പം കരുത്തരായ CITUവിന്റെ സഖാക്കളാണുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ടതുണ്ടോ, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചെടുക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ.എൻ. ഉണ്ണികൃഷ്ണൻ. തീർച്ചയായിട്ടും ഒരു സംശയമില്ല, ഇപ്രാവശ്യം അത് പിടിച്ചെടുക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഒരു വരവിനെ എങ്ങനെയാണ് കാണുന്നത്? അതിൽ വലിയൊരു വോട്ട് ഷെയർ BJPക്ക് പോകുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ? അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതൊരു പ്രാദേശിക വ്യക്തികളെ നോക്കിയാണ് അവർ വോട്ടുകൾ കൂടുതൽ പോയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ നമ്മുടെ നഗരസഭയിൽ ഒരു കൗൺസിലറും കൂടിയാണ്, ഞാൻ ഈ വാർഡിലെ കൗൺസിലറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ പ്രദേശത്തെ വോട്ടുകൾ വന്നിരിക്കുന്നത് BJPയുടെ പേഴ്സണലായിട്ട് കിട്ടിയ വോട്ടല്ല, വ്യക്തിക്ക് വേണ്ടി ഓരോരുത്തർ കൊടുത്തേക്കുന്ന വോട്ടുകളാണ്. അങ്ങനെ ഒരു വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും BJP ഒരു 3ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അതെ, ഇത്തവണ ഈ 2020 ആണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ BJP സ്ഥാനാർത്ഥി പറയേണ്ടിടത്താണ് 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. സിനിമാ താരമാണ്. അപ്പോൾ ചേട്ടൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? സിനിമാ താരമായിട്ട് വലിയ ഇതൊന്നുമില്ല. നമുക്ക് ഇപ്പോഴും താല്പര്യം ഇടതുപക്ഷ ചിന്താഗതിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു നിലവിൽ നമ്മുടെ ജീവിത അന്തരീക്ഷം മെച്ചപ്പെടുത്തി തന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ. സർക്കാർ മാറണ്ടെന്നൊരു അഭിപ്രായം. ഇങ്ങോട്ടേക്ക് LDFന്റെ CPIMന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും 3ാം തവണയും കേരളത്തിൽ LDF തന്നെ ഭരിക്കും, അതിൽ യാതൊരു ഡൗട്ടും ആർക്കും വേണ്ട. അങ്ങനെ ശക്തമായ വാദമാണ്. അതെ, അവിടെ ആ ചേട്ടനോടുകൂടി നമുക്കൊന്ന് പെട്ടെന്ന്. അതെ ചേട്ടൻ, ഇതേ അഭിപ്രായം തന്നെ, ഇവർ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. അത് തന്നെ ഇതന്നെ എനിക്ക് അഭിപ്രായമുള്ളത്. പിന്നെ ചെന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും വികസന പെരുമഴ തന്നെയായിരുന്നു. അത് തൃപ്പൂണിത്തുറ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം LDF ജയിക്കണം. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ഏതെങ്കിലും വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതായിട്ട് പറയാൻ പറ്റും? ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ കിടക്കുന്നത് കാണാൻ പറ്റില്ല, ഒരു മാർക്കറ്റ് പോലെയാണ് കിടക്കണത്. എന്ത് വൃത്തിയായിട്ട് കിടക്കണത്. ഇതൊക്കെ ഇതേപോലെ നിലനിന്ന് പോകണമെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ വരണം. അല്ലെങ്കിൽ ഇത്തവണ ഡെപ്യൂട്ടി മേയർ ആണല്ലോ മത്സരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർ കഴിഞ്ഞ തവണ വൈപ്പിനിൽ രണ്ടുപേരും മുഖാമുഖം മത്സരിച്ച ആളുകളാണ്. അപ്പോൾ ഇത്തവണ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ ദീപക് ജോയി ഒരു നല്ല സ്ഥാനാർത്ഥിയാണോ? കരുത്തനായ സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കരുത്തനല്ല. അത് ഇപ്പോൾ നമ്മുടെ കെ ബാബു എന്ന MLA ബിനാമിയായിട്ട് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ആളുകൾക്ക് പോലും അമർഷമുണ്ട് അതിൽ, ആ സ്ഥാനാർത്ഥി വന്നതിൽ. കെ ബാബു വലിയ ജനകീയനായ ഒരു MLA അല്ലേ, എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്ന് അദ്ദേഹം തന്നെ സ്ഥിരം പറയുന്ന ഒരു. അത് ആളുകൾ വിലയിരുത്തുന്നത് പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ്, പക്ഷെ വികസന പ്രവർത്തനം ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ അഭിപ്രായം. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അദ്ദേഹം കല്യാണ വീടുകൾ അവിടെയൊക്കെ ചെല്ലുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കിയുള്ള വികസന പ്രവർത്തനത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. ശരി, അത് അത്തരത്തിൽ വികസനം പോരാ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവർക്കുള്ളത്. മാത്രമല്ല ഇനിയും ഒരുപാട് പദ്ധതികൾ അത് മുടങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു LDF സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു കയറണം, ആ സ്ഥാനാർത്ഥിനെ MLA ആയി വരണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ ചേട്ടന്മാർക്കുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.